അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് സൂറത്തുൽ മുൽക്കിൻ്റെ തബാറക സൂറത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അഥവാ 21 ആയത്ത് മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പാരായണം അതിൻ്റെ നിയമങ്ങളൊക്കെ നോക്കുന്നത്. അല്ലാഹു തആല നമുക്കൊക്കെ നാഫിയായ ഇൽമു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം, ഇപ്പോഴുള്ള ഉദ്ദേശം പാരായണം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്ന് രണ്ട് ആളുകൾ അഭിപ്രായപ്പെട്ടു അതിൻ്റെ കൂടെ ഒരു അർത്ഥം കൂടിയും പറഞ്ഞുകൂടെ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഉദ്ദേശം പാരായണം മാത്രം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ഇംഗ്ലീഷ് പുസ്തകം നമ്മളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പഠിക്കണമെങ്കിൽ ആദ്യം അത് വായിക്കാൻ അറിയണ്ടേ. അത് വായിക്കാൻ അറിയാതെ അതിൻ്റെ അർത്ഥം പറയുന്നത് ശരിയല്ലല്ലോ. ഇരിക്കുന്നതിൻ്റെ മുമ്പ് കാല് നീട്ടുക എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് വിശുദ്ധ ഖുർആൻ, അത് നമ്മൾ അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ അത് നമ്മൾ ആദ്യമായിട്ട് ശരിക്കും ക്ലിയറായിട്ട് ജീവിതത്തിൻ്റെ നിയമപ്രകാരം വായിക്കാൻ അത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ്. കാരണം ഫാത്തിഹ നമുക്ക് വിശുദ്ധ ഖുർആനിൽ ഫാത്തിഹ ഓതുക എന്നുള്ളത് നിർബന്ധമാണ് നിസ്കാരത്തിൽ. അതിനർത്ഥം പഠിക്കുക എന്നുള്ളത് പിന്നെ വരുന്ന കാര്യമാണ്. അതെന്തില്ല, നിർബന്ധമുള്ളൊരു വിഷയമല്ല. അതിൽ ഉൾക്കൊണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് ശരി തന്നെയാണെങ്കിലും അത് നിയമപ്രകാരം ഓതുക എന്നുള്ള നിസ്കാരം ശരിയാവണമെങ്കിൽ അത് അതിൻ്റേതായ രൂപത്തിൽ നമ്മൾ ഓതാൻ പഠിച്ചിരിക്കണം. നേരെ മറിച്ച് ഒരാൾക്ക് ഓതാൻ അറിയും, പക്ഷെ അതിൻ്റെ അർത്ഥം അറിയില്ല, ആശയങ്ങളൊന്നും അറിയില്ല എങ്കിൽ ഓൻ്റെ നിസ്കാരത്തിനൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഞാൻ കുറേ മുമ്പും പറഞ്ഞിരുന്നു, ഇനിയും പറയുന്നു, അതിൻ്റെ പാരായണം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് നല്ലോണം പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി. പിന്നെ വിശുദ്ധ ഖുർആനെ കൂടുതൽ പഠിക്കണമൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ യൂട്യൂബുകളിൽ ഇഷ്ടംപോലെ ലഭ്യമാണ്. നമ്മൾ ഉദ്ദേശിച്ച ഉസ്താദുമാരെ ക്ലാസ്സുകളൊക്കെ ഒന്ന് എന്ത് ചെയ്താൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി മുത്തയുടെ ഉസ്താദിൻ്റെയൊക്കെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. അതേപോലെ തന്നെ ഷാഫി സഖാഫി ഉസ്താദിൻ്റെയൊക്കെ ക്ലാസ്സുകൾ. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണല്ലോ. അപ്പോൾ ആ താല്പര്യം അനുസരിച്ച് ഒക്കെ ഒന്ന് നമ്മൾ ഉദ്ദേശിച്ച ഉസ്താദുമാരൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വിശദമായിട്ട് കേൾക്കുക. ഇത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം പാരായണം പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ രണ്ട് ഉസ്താദുമാരെ പേരെടുത്ത് പറയാനുള്ള കാരണം, മിക്ക ക്ലാസ്സുകളും ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്യുന്ന ക്ലാസ്സുകളായതുകൊണ്ടാണ്. ബാക്കി ഒരുപാട് ഉസ്താദുമാർ ഖുർആൻ്റെ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. എന്ത് ചെയ്യുക, നമ്മൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ സൂറത്തുൽ ഫാത്തിഹയൊക്കെ ഒന്ന് ചർച്ച ചെയ്തല്ലോ. അതേപോലെ ബാക്കിയുള്ള നമ്മൾക്ക് സാധാരണ ഓതിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ സൂറത്തുൽ വിശുദ്ധ ഖുർആൻ്റെ അവസാന ഭാഗത്തുള്ള ചെറിയ സൂറത്തുകളൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ നിയമങ്ങളൊക്കെ നോക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ നമുക്ക് പറയാം. അല്ലാഹു തആല അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور. أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. قل هو الذي ذرأكم في الأرض وإليه تحشرون. ويقولون متى هذا الوعد إن كنتم صادقين. قل إنما العلم عند الله وإنما أنا نذير مبين. فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. قل أرأيتم إن أهلكني الله ومن معي أو رحمنا
فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. അപ്പോൾ നാം കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ തബാറക സൂറത്തിൻ്റെ 1 മുതൽ 10 വരെയും രണ്ടാമത്തെ ക്ലാസ്സിൽ 10 മുതൽ 20 വരെയും ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് 20 മുതൽ പൂർണ്ണമായിട്ട് 30 വരെ നമുക്കതിൻ്റെ നിയമങ്ങളൊന്ന് നോക്കാം. ഇൻഷാ അല്ലാഹ് നാം പഠിച്ച ആ ഒരു പ്രകാരം തന്നെ നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കണം, ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഓതേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മൻ ഹാദല്ലദീ ഇവിടെ ഷദ്ദുള്ള മീമ് നൂന് രണ്ടും മണിക്കണം എന്ന് പറഞ്ഞു. ഷദ്ദുള്ള മീമായാലും ഷദ്ദുള്ള നൂനായാലും രണ്ടും മണിക്കണം. അമ്മൻ, പിന്നെ അതിന് ശേഷം ഒരു നൂനാണ്, സുക്കൂനുള്ള നൂനാണ്. ആ നൂനിനെ വ്യക്തമാക്കണം, വെളിവാക്കണം. അമ്മൻ എന്ന് തന്നെ പറയണം, എന്ന് തന്നെ പറയണം അല്ലേ? കാരണം എന്താണ്? അതിന് ശേഷമുള്ളത് അക്ഷരം ഇൽഹാറിൻ്റെ അക്ഷരമാണ്, ഹ ആണ്. ഇൽഹാറിൻ്റെ അക്ഷരം 6 അക്ഷരങ്ങളാണ്. ഹംസ എന്ന് പറഞ്ഞാൽ അലിഫിന് ഫത്തും കസറൊക്കെ ഇട്ടാലൊക്കെ ഹംസയാണെന്ന് പറഞ്ഞു. ഹംസ, ഹ, ഹ, ഖ, ഐന്, ഗൈന് ഈ 6 അക്ഷരങ്ങൾ വന്നാൽ സുക്കൂനുള്ള നൂനിനെയും അല്ലെങ്കിൽ തൻവീനിനെയും 2-1 എന്ത് ചെയ്യണം? 2-1 ഉണ്ടാവുള്ളൂ. 2-1 എന്ത് ചെയ്യണം? വ്യക്തമായി ഉച്ചരിക്കണം. അമ്മൻ, അവിടെ മണിക്കൊന്നും ചെയ്യരുത്. അമ്മൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക. യർസുഖുകും സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമും ബാവുമല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും മീമിനെ വ്യക്തമാക്കണം എന്ന് പറഞ്ഞു. യർസുഖുകും, കും അല്ലേ? യർസുഖുകും ഇൻ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നാൽ എന്ത് ചെയ്യണം? രണ്ടിനെയും ഈ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് മണിക്കണം. സുക്കൂനുള്ള മീമിനെ പിന്നെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ ഇഖ്ഫാ ചെയ്യണം. ആ ഓതാൻ്റെ രൂപം ഒക്കെ പറഞ്ഞിരുന്നു അല്ലേ? ഇൻഷാ അല്ലാഹ്. യർസുഖുകും ഇൻ അംസക. ഇൻ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഹംസ വന്നു, ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. ഇൻ അംസക റിസ്ഖഹു എന്നുള്ളിടത്ത് നിർത്തുകയാണെങ്കിൽ റിസ്ഖ ഖഹ് എന്നാണ്. അവിടെ എന്ത് ചെയ്യണം? ഖഹ് റിസ്ഖ. ബല്ലജ്ജു ആദ്യത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് അതിലുള്ളത് പോലെ ഓതിയാൽ മതി. ആ ലാമിന് എന്തില്ല? പിന്നെ ഫത്തും കസറൊന്നുമില്ല. അപ്പോൾ രണ്ടാമത്തെ ലാമ് മാത്രം ഉച്ചരിച്ചാൽ മതി. ബല്ലജ്ജു അവിടെ എന്ത് ചെയ്യണം? മറ്റേ ആദ്യത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നത് അർത്ഥം. ബല്ലജ്ജു അപ്പോൾ ഇദ്ഗാം പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കാന്നർത്ഥം. ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ. അവിടെ എന്ത് ചെയ്യണം? വാവിന് ശബ്ദുണ്ട്. ഫീ ഉതുവ്വിൻ വനുഫൂർ, വാവിന് ശബ്ദുണ്ട്. അതേപോലെ തന്നെ അവിടെ വാവിന് ശബ്ദം കട്ടി കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ ഉതുവ്വിൻ എന്ന് പറഞ്ഞതിന് ശേഷം വാവാണ്, തൻവീനിൻ്റെ ശേഷം വാവാണ്. നൂന്, വാവ്, മീമ്, യാ അല്ലേ? നൗമി. ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്, കൂട്ടി യോജിപ്പിക്കണം. ഈ തൻവീനിനെ ആ വാവിലേക്ക് കൂട്ടി യോജിപ്പിക്കണം, വാവിനല്ല തൻവീനിനെ. ഉതുവ്വിൻ എന്ന് പറഞ്ഞപ്പോൾ വിൻ അവിടെ എന്ത് ചെയ്തു? ആദ്യത്തെ അക്ഷരം പിന്നെ നമ്മൾ തൻവീനാണെങ്കിലും ഒരു അക്ഷരം പോലെയാണ് നൂന്, സുക്കൂനുള്ള നൂന്. തൻവീൻ എന്താണ്? സുക്കൂനുള്ള നൂന് പോലെയാണ്. അപ്പോൾ ആ സുക്കൂനുള്ള നൂന് പോലെയുള്ള തൻവീനിന് എന്ത് ചെയ്യണം? വാവിലേക്ക് ഇദ്ഗാം ചെയ്യുക. അപ്പോൾ ഉതുവ്വിൻ എന്ന് പറയുന്നത് ഉതുവ്വിൻ എന്നതിനെ ഫീ ഉതുവ്വിൻ വനുഫൂർ. അപ്പോൾ അവിടെ തൻവീനെ ഒഴിവായി എന്ന് പറഞ്ഞാൽ ആ തൻവീനിനെ വാവിലേക്ക് കൂട്ടി യോജിപ്പിച്ച് പിന്നെ മണിക്കുക എന്ന് പറയാം. ഫീ ഉതുവ്വിൻ വനുഫൂർ. അഫമൻ യംശി. അഫമൻ, മൻ എന്ന് പറയാൻ പാടില്ല. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം യാ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? നൗമി, നൂന്, വാവ്, മീമ്, യാ വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. അഫമൻ യംശി മുകിബ്ബൻ അല. മുകിബ്ബൻ
തെൻവീനിൻ്റെ ശേഷം ഉച്ചരിക്കുന്ന അക്ഷരം അടുത്ത ഐനാണ്. അപ്പോൾ ഇദ്ഹാർ ചെയ്യണം. മുക്കിബൻ അല വജ്ഹിഹി അഹ്ദ വജ്ഹിഹി. ഈ ഹ നീട്ടാനുള്ള കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഹ ഈ ഹ എന്താണ്? വജ്ഹിഹി എന്ന് പറഞ്ഞല്ലോ, രണ്ടാമത്തെ ഹ. ആ ഹായിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരം നമ്മൾ ഉച്ചരിക്കുന്ന തൊട്ട് മുമ്പത്തെ അക്ഷരവും ഉച്ചരിക്കുന്ന തൊട്ട് ശേഷമുള്ള അക്ഷരവും ഹർക്കത്താണെങ്കിൽ ഫത്ഹ കസ്റ ലമ്മ ആണെങ്കിൽ ആ ഹാഇനെ നീട്ടും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സുക്കൂൻ ആണെങ്കിൽ നീട്ടൂല, സുക്കൂൻ അല്ലെങ്കിൽ നീട്ടും, ചെറിയൊരു നീട്ടൽ നീട്ടും. ഇനി ആ ഹാഇൻ്റെ ശേഷമുള്ള അക്ഷരം ഹംസയാണ് വന്നതെങ്കിൽ കൂടുതൽ നീട്ടും എന്ന് പറഞ്ഞു. ബാക്കി ഏത് അക്ഷരം വന്നാലും ചെറിയൊരു നിലനിൽക്ക് നീട്ടും. ഹംസയാണ് വന്നതെങ്കിൽ കൂടുതൽ നീട്ടും. അപ്പോൾ അവിടെ മദ് മുൻഫസിൽ വരും. മദ് മുൻഫസിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയാം. വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി. അഹ്ദാ മദ്ദുണ്ട്. അമ്മ ഷദ്ദുള്ള മീം, അതൊക്കെ നമ്മളിങ്ങനെ ഓതുമ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരണം. അമ്മ അവിടെ മീം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഷദ്ദുള്ള മീമും നൂനും എന്ത് ചെയ്യണം? കാണുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മണിക്കാൻ തോന്നണം. നമ്മളവിടെ മണിച്ചു കൊടുക്കണം. അമ്മൻ യംശി സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം യാ വന്നു, ഇദ്ഗാം ചെയ്യണം. അമ്മൻ യംശി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം. സവിയൻ തെൻവീനിൻ്റെ ശേഷം ഉച്ചരിക്കുന്ന അക്ഷരം ഐന്. അപ്പോൾ ഇദ്ഹാർ ചെയ്യണം. ഇദ്ഹാറിൻ്റെ അക്ഷരം 6 അല്ലേ? അലാ സിറാത്തിൻ തെൻവീനിൻ്റെ ശേഷം മീമ് വന്നു. അപ്പോൾ ഇദ്ഗാമും ബിഗുന്ന. സിറാത്തിൻ മുസ്തഖീം കൂട്ടി യോജിപ്പിച്ച് മണിക്കണം. സിറാത്തിൻ മുസ്തഖീം. ഖുൽ ഹുവല്ലദീ ഓതുമ്പോൾ അക്ഷരം ഒന്ന് ക്ലിയർ ആക്കണം. ഖുൽ ഹുവ ഖു എന്നല്ല ഖു. ഖുൽ ഹുവല്ലദീ അൻശഅകും മദ്ദുണ്ട്. അതിന് ശേഷം പിന്നെ അൻശ എന്ത് ചെയ്യണം? നൂനിൻ്റെ ശേഷം ഷീനാണ് വന്നത്. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം പിന്നെ ഷീനാണ് വന്നിട്ടുള്ളത്. സുക്കൂനുള്ള നൂന് എന്ന് പറയുമ്പം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു സുക്കൂൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സുക്കൂനുള്ള നൂനാണ്. അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഷീന് വന്നാൽ അവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. അൻശഅകും. നമുക്കൊന്ന് നോക്കാം. ഇദ്ഹാറിൻ്റെ അക്ഷരം ഹംസ. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കണം, നൂനിനെ വ്യക്തമായിട്ട് ഉച്ചരിക്കേണ്ടത്. പിന്നെ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവീനിൻ്റെ ശേഷം ഈ 6 അക്ഷരം വരുമ്പം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ നൂനിനെയോ തെൻവീനിനെയോ വ്യക്തമാക്കുകയുള്ളൂ. ഹംസ, ഹ, ഹ, ഖ, ഐന്, ഗൈന് ഈ 6 അക്ഷരം വന്നാൽ മാത്രമേ നൂനിനെ വെളിവാക്കുകയുള്ളൂ അല്ലെങ്കിൽ തെൻവീനിനെ വെളിവാക്കുകയുള്ളൂ. ഇനി നൗമി നൂന്, വാവ്, മീമ്, യാ സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം എന്ത് ചെയ്യുക? ഈ നൗമി എന്നതിൽ 4 അക്ഷരം വന്നാൽ അവിടെ എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിക്കണം. ഈ നൂനിനെ അല്ലെങ്കിൽ തെൻവീനെ ആ അക്ഷരത്തിലേക്ക്, നൂനിലേക്ക് അല്ലെങ്കിൽ വാവിലേക്ക് അല്ലെങ്കിൽ യായിലേക്ക് അല്ലെങ്കിൽ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് മണിച്ച് കൊടുക്കണം. കൂട്ടി യോജിപ്പിക്കുക. പിന്നെ എന്ത് ചെയ്യണം? മണിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇദ്ഗാമും ബിലാഗുന്നയുടെ സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീൻ്റെയോ ശേഷം ലാമ്, റാ എന്നീ ഈ 2 അക്ഷരം വന്നാൽ അവിടെ എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി, അവിടെ മണിക്കരുത്. മിൻ റബ്ബിക്ക എന്നുള്ളത് എന്ത് ചെയ്യണം? മിൻ റബ്ബിക്ക എന്നുള്ളത് മിർ റബ്ബിക്ക, നൂന് ആ റായിലേക്ക് കൂട്ടി യോജിപ്പിച്ച് മിർ റബ്ബിക്ക. മിൻ ലദുൻക എന്നുള്ളത് മിൻ ലദുൻക, അവിടെ നൂനേ വരുന്നില്ല, ഉച്ചാരണത്തിൽ വരില്ല. ആ നൂനെ മറ്റേ പിന്നെ അടുത്തുള്ള അക്ഷരത്തിലേക്ക് ലാമിലേക്ക് കൂട്ടി യോജിപ്പിച്ച്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് പിന്നെ ഇദ്ഗാം ചെയ്യുക, മണിക്കരുത്. ഇനി അടുത്ത് ഇഖ്തിലാബാണ്. സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷമുള്ള അടുത്ത അക്ഷരം ബ ആണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നൂനിനെ മറിച്ച് മീമാക്കണം. തെൻവീനിലുള്ള ആ ഒരു നൂനിനെയും മറിച്ച് എന്ത് ചെയ്യണം? പിന്നെ മീമാക്കണം. മിൻ ബാദ് എന്നുള്ളത് മിം ബാദ്, മിം മിം ബാദ് അല്ലേ? എന്നിട്ട് മറിച്ച് മണിക്കുക. അപ്പോൾ അങ്ങനെ മിം ബാദ് അവിടെ എന്ത് ചെയ്യുക? പിന്നെ സുക്കൂനുള്ള നൂനിനെയും തെൻവീനെയും എന്ത് ചെയ്യുക? മറിക്കുക. എന്താ? മീമാക്കി മറിക്കുക എന്നർത്ഥം. അതിനാണ് ഇഖ്തിലാബ് എന്ന് പറയുക. ബാക്കിയുള്ള ഈ പറഞ്ഞതല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ അൻ എന്ന് പറയുമ്പോൾ വെളിവായി, അൻ എന്ന് പറയാതെ അതിൻ്റെ തൊട്ടടുത്ത് നാവ് അൻ എന്ന് പറയുമ്പോൾ മുകളിൽ ഭാഗത്ത് തട്ടും എന്ന് പറഞ്ഞു. അൻ തട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ നമ്മൾ പിന്നെ പരിശോധിക്കണം. അപ്പോൾ അൻ എന്ന് പറയുമ്പോൾ മുകളിൽ തട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. തട്ടുന്നുണ്ട്, അപ്പോഴേ ഇദ്ഹാർ ആവുകയുള്ളൂ.
ഇനി അതിൻ്റെ അടുത്ത് തട്ടാത്ത ഒരു രൂപത്തുണ്ടല്ലോ, അതിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് അൻഷഅക്കും അല്ലേ, സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഷീന് വന്നു. അപ്പം എന്ത് ചെയ്യണം? അൻഷ എന്ന് പറയാതെ അൻഷ, അതിൻ്റെ അടുത്ത് പിന്നെ എന്ന് പറയുമ്പോൾ തട്ടുന്ന സ്ഥലത്ത് അതിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കുക, തട്ടാൻ പാടില്ല. തട്ടിയ ഇൽഹാറായി. അൻഷഅക്കും എന്ന് പറഞ്ഞാൽ അത് ഇൽഹാറായിട്ട് മാറി. وَجَعَلَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ قَلِيلًا مَا تَشْكُرُونَ. ഖലീലൻ അല്ലേ, അതിൻ്റെ ശേഷം തൻവീനാണ്. തൻവീൻ്റെ ശേഷം ഒരു അലിഫ് കാണുന്നുണ്ട്, അത് നമ്മൾ ഉച്ചാരണത്തിൽ വരുന്നില്ല, അപ്പോൾ അത് പരിഗണിക്കൂല. ഖലീലമ്മ തൻവീൻ്റെ ശേഷം മീമാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം എന്ത് ചെയ്യണം? ഇദ്ഗാം ബിഗുന്ന കൂട്ടി യോജിപ്പിച്ച് മണിക്കണം. ഖലീലമ്മ ഇപ്പം എന്താ കൂട്ടി യോജിപ്പിച്ചു, ഖലീലമ്മ. അപ്പോൾ കൂട്ടി യോജിപ്പിക്കുന്നതിനോട് കൂടെ എന്ത് ചെയ്തു? മണിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇദ്ഗാം ബിഗുന്ന യാവുകയുള്ളൂ. قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون. وإليه ഈ വഇലൈഹി എന്നുള്ളിടത്ത് ഹാ ഉണ്ടല്ലോ, ആ ഹാവിനെ നീട്ടാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു തൊട്ട് മുമ്പത്തെ അക്ഷരമോ ശേഷമുള്ള അക്ഷരമോ സുക്കൂൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യൂല? ആ ഹാവിനെ നീട്ടുകയില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ എന്താണ്? ഈ ഹി എന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരത്തും യാ ആണ്. യാ എന്ന് സുക്കൂനായത് കൊണ്ടാണ് ഈ ഹാവിനെ നീട്ടാതിരുന്നത്. കാരണം മനസ്സിലായല്ലോ അല്ലേ? وَيَقُولُونَ مَتَى هَذَا الْوَعْدُ إِن كُنتُمْ ഇവിടൊക്കെ എന്താണ്? ഇഖ്ഫാണ്. ഇൻ എന്ന് പറയാതെ, കുൻ എന്ന് പറയാതെ, ഇൻ കുന്തും സ്വാദിഖീൻ. ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളുണ്ട്. ആ 15 അക്ഷരം വന്നാലും എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. മറിച്ച് മണിക്കേണ്ട കോലം പറഞ്ഞല്ലോ അല്ലേ. കുൽ ഇന്ന അവിടെ ശബ്ദമുള്ള നൂനാണ്, അപ്പോൾ എന്ത് ചെയ്യണം? മണിക്കണം. കുൽ ഇന്നമൽ ഇൽമു ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നമൽ അവിടെ എന്ത് ചെയ്യണം? പിന്നെ ഇന്നമാൽ എന്ന് പറയരുത്. കാരണം എന്താണ്? ഇന്നമൽ അവിടെ എന്ത് ചെയ്യണം? പിന്നെ ശ്രദ്ധിക്കുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്. ഇഖ്ഫ ഇൻദല്ലാഹ് എന്ന് പറയുന്നത് ഇൻദല്ലാഹി വ ഇന്നമാ ശദ്ദുള്ള നൂന് വ ഇന്നമാ അന വ ഇന്നമാ അന എന്ന് പറയരുത്. അതിൻ്റെ മേലെ ഒരു പൂജ്യം കണ്ടില്ലേ, വട്ടപ്പൂജ്യം. അതെന്താണ്? അവിടെ ആ അക്ഷരം ഉച്ചരിക്കൂല എന്നർത്ഥം. അന നദീറും മുബീൻ. നദീറും തൻവീൻ്റെ ശേഷം മീം വന്നു. അപ്പം എന്ത് ചെയ്യണം? പിന്നെ ഇദ്ഗാം ബിഗുന്ന കൂട്ടി യോജിപ്പിച്ച് മണി. فلما رأوه زلفة തൻവീൻ്റെ ശേഷം സീന് വന്നു. അപ്പം എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. സുൽഫത്തൻ സീഅത്ത് മദ്ദുണ്ട്. സീഅത്ത് മദ്ദക്ഷരത്തിന് ശേഷം അതേ വാക്കിലാണ് ഹംസ വന്നത്. അപ്പം എന്ത് ചെയ്യണം? പിന്നെ മദ് മുത്തസിലാണ്. സീഅത്ത് വുജൂഹുല്ലദീന കഫറു വഖീല ഹാദല്ലദീ കുന്തും. അവിടെ എന്ത് ചെയ്യണം? സുക്കൂനുള്ള നൂൻ്റെ ശേഷം ഇഖ്ഫ കുന്തും. അതിൻ്റെ ശേഷം സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള നിയമമാണ്. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീം വന്ന ഇദ്ഗാം ചെയ്യണം. അതേപോലെ തന്നെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബ വന്ന ഇഖ്ഫാ ചെയ്യണം. ബാക്കി ഏത് അക്ഷരം വന്നാലും ഇദ്ഹാർ ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യണം? പിന്നെ ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ കുന്തും ബിഹി തദ്ദഊൻ. ബിഹി ഹാവിനെ നീട്ടാനുള്ള കാരണം മുമ്പും ശേഷമുള്ള അക്ഷരത്തിന് പിന്നെ സുക്കൂൻ ഇല്ലാത്തതുകൊണ്ട്, സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല. ഇവിടെ സുക്കൂൻ ഇല്ലാത്തതുകൊണ്ട് ബിഹി എന്നല്ല ബിഹി, ചെറിയൊരു സാധാരണ നീട്ടും പോലെ ഒരു നീട്ടൽ. ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനിയല്ലാഹു ഇൻ ഈ ഇൻ എന്ന് പറയാൻ കാരണം എന്താ? അവിടെ ശേഷമുള്ള അക്ഷരം ഇദ്ഹാറിൻ്റെ അക്ഷരമായ ഹംസ വന്നതുകൊണ്ടാണ്. ഇൻ അഹ്ലകനിയല്ലാഹു വമൻ മഅയ. സുക്കൂനുള്ള മീമിൻ്റെ പിന്നെ നൂനിൻ്റെ ശേഷം മീം വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? നൂനിൻ്റെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യുക, മണിക്കുകയും ചെയ്യണം. എന്ന് പറയാം. വമൻ മഅയ ഔ റഹിമന ഫമൻ യുജീറുൽ കാഫിരീൻ.
ഫമയ്യു ഇദ്ഗാം ചെയ്യണം അല്ലേ, ഇദ്ഗാം ബിഗുന്ന. ഫമയ്യു ജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. മിൻ അ സുകൂണ നൂനിൻ്റെ ശേഷം ഐന് വന്നു, ഇദ്ഹാറിൻ്റെ അക്ഷരം. അദാബിൻ എന്ന് പറയും, ബിൻ എന്ന് വ്യക്തമാക്കാനുള്ള കാരണം അതിന് ശേഷമുള്ള അക്ഷരവും അംസ വന്നു അല്ലേ, ഇദ്ഹാറിൻ്റെ അക്ഷരം. മിൻ അദാബിൻ അലീം. ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബിഹി. ആമന്ന മണിക്ക, ബിഹി ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ. ഇവിടെ ആമന്ന ബിഹി ഈ ഹാവിനെ നീട്ടാൻ കാരണം മുമ്പും ശേഷവും സുക്കൂൻ ഇല്ലാത്തൊരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടൂല, ഇവിടെ സുക്കൂൻ ഇല്ല. വഅലൈഹി ആ ഹാവിനെ നീട്ടാൻ പറ്റൂല, കാരണം എന്താ, ഇതിന് തൊട്ട് മുമ്പുള്ള യാഇന് സുക്കൂനാണ്. വഅലൈഹി തവക്കൽനാ ഫസതഅലമൂന മൻ ഹുവ. മൻ ഹുവ ഇദ്ഹാറിൻ്റെ അക്ഷരമാണ് ഹാ. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷമുള്ള അക്ഷരമാണ് നോക്കേണ്ടത് ഹാ. മൻ ഹുവ ഫീ ളലാലിം മുബീൻ. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ നിർത്തുമ്പം മുബീൻ അവിടെ നൂനിനെ വ്യക്തമാക്കണം, അവിടെ പിന്നെ വഖഫിൻ്റെ സ്ഥലമായതുകൊണ്ട്. മൻ ഹുവ ഇദ്ഹാർ ഫീ ളലാലിം ഇദ്ഗാമും ബിഗുന്ന, തൻവീൻ്റെ ശേഷം മീം വന്നു. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ. ഇൻ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഹംസ വന്നു. ഇൻ അസ്ബഹ മാഉക്കും മദ്ദുണ്ട്, മദ് ശ്രദ്ധിക്കുക. മാഉക്കും അവിടെ സുക്കൂനുള്ള മീമിനെ എന്ത് ചെയ്യണം, വ്യക്തമാക്കണം, ഇദ്ഹാറാണ്. മാഉക്കും ഗൗറൻ ഫ അവിടെ എന്ത് ചെയ്യണം, ഇഖ്ഫ ചെയ്യണം. ഫമൻ യഅതീകും ബിമാ ലയഅതീകും എന്നുള്ളതിന് പിന്നെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാ വന്നു, ഇഖ്ഫ ചെയ്യണം. യഅതീകും ബിമാഇം മദ്ദുണ്ട്, ബിമാഇം മഈൻ. മാ എന്നുള്ള തൻവീൻ്റെ ശേഷം മീം വന്നു, അപ്പം എന്ത് ചെയ്യണം, ഇദ്ഗാമും ബിഗുന്ന. അപ്പം ബിമാഇം മഈൻ. അപ്പം ഇങ്ങനെ ഓതണം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ ഓതുന്ന ഒരു വരിയാണെങ്കിൽ ആ വരിയിലുള്ളത് ക്ലിയർ ആക്കിയിട്ട് മാത്രമേ അടുത്ത വരി ഓതിയാൽ മതി. അങ്ങനെ ശീലാക്കുമ്പോഴാണ് പിന്നെ ഓത്ത് ക്ലിയർ ആവുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. ഓരോ അക്ഷരം ഓരോ വരിയിലുള്ളത് നമ്മൾ അറബി വായിക്കാനുള്ളതല്ല, ഖുർആൻ പാരായണമാണ്. അപ്പോൾ അതിൻ്റേതായ നിയമം അനുസരിച്ച് നമ്മൾ ഓതാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ അടുത്ത ആളുകളിലേക്കൊക്കെ ഇതിനെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ അഭിപ്രായം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ പോരാ, അത് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ളത്. അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വിശുദ്ധ ഖുർആൻ പിന്നെ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. ആ ഒരു പകർത്തുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ് നമ്മളിപ്പോൾ മുസ്ലിമായി ജീവിക്കുന്ന പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരാൾ മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, പ്രവർത്തനങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നിസ്കാരം ഒരു പ്രവർത്തനമാണ്, നോമ്പൊരു പ്രവർത്തനമാണ്, മറ്റുള്ള എല്ലാ കർമ്മങ്ങളും സ്വതക്ക ആയാലും മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു കർമ്മമാണ്. അതേ ഒരു കർമ്മത്തിൽപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളൊരു കർമ്മമാണ്. അപ്പോൾ അത് ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലും ഒരു കർമ്മമാണ്. അപ്പോൾ അത് ഒരു കൂലി കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മുസ്ലിമായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവൻ്റെ ഒരു പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ കലാമായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുക എന്നുള്ളതും ഒരു വലിയൊരു മഹത്തായ ഒരു സൗഭാഗ്യമാണ്. അല്ലാഹു തആല അതിനൊക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനായ റബ്ബെ നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളും നീ നീക്കി ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ എല്ലാവിധ പ്രയാസങ്ങളും അകറ്റി നീ സന്തോഷം നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് കൊണ്ടോട്ടി കീശേരിയിലുള്ള ഒരു ഉസ്താദ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉസ്താദിന് ഇനി ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ എല്ലാവിധ രോഗങ്ങളും പരിപൂർണമായിട്ടും ശിഫ നൽകി ആ കുടുംബത്തിനൊക്കെ സന്തോഷം നൽകണേ റഹ്മാനെ. ആ ഉസ്താദിൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ നീ എല്ലാ നിലക്കുള്ള ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകണേ റഹ്മാനെ. പൂർണ്ണ ഹിദായത്തിലായിക്കൊണ്ട്, ഈമാനിലായിക്കൊണ്ട്, ഇഖ്ലാസിലായിക്കൊണ്ട്
അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. ധാരാളം കാലം ഇബാദത്തിലായിക്കൊണ്ടുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങളൊക്കെ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.